സിപിഎമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ ഉടൻ അറിയാം. പുതിയ പാനലിന് നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന പാനലിൽ കൂടുതൽ വനിതകളും യുവജനങ്ങളും ഇടം പിടിച്ചേക്കും. സെസ്സിൽ ആശങ്ക വേണ്ടെന്നും നവകേരള നയരേഖ പാർട്ടി നയത്തിൽ നിന്നുള്ള വ്യതിയാനമല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നയരേഖയിലെ പൊതുചർച്ചയിന്മേലുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി എസ് വിജയകുമാർ സമ്മേളന നഗരിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, പുതിയ സംസ്ഥാന കമ്മിറ്റിയെ ഉടൻ അറിയാൻ കഴിയും. പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇതിനോടകം തുടക്കമായി കഴിഞ്ഞിട്ടുണ്ട്. പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ചില മുതിർന്ന നേതാക്കൾ ഒഴിയാൻ പോകുന്നു. യുവാക്കൾ അതുപോലെ വനിതകളൊക്കെ കൂടുതലായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നു. ലഭ്യമാകുന്ന സൂചനകൾ എങ്ങനെയാണ് വിജയകുമാർ? റിജിത്ത്, സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ രാവിലെ പുതിയ പാനലിന് പുതിയ സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേരുവിവരങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ, അതായത് കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ യോഗത്തിലും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. ആ പാനൽ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുക എന്ന സാങ്കേതിക നടപടിയാണ് ഇനി ബാക്കിയുള്ളത്. അതിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേരുവിവരങ്ങൾ അല്പസമയത്തിനകം വരും. പാർട്ടി കോൺഗ്രസിന്റെ കേരളത്തിലുള്ള പ്രതിനിധികളുടെ ലിസ്റ്റും ഇതിനോടകം പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളും അല്പസമയത്തിനകം വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 75 വയസ്സ് കഴിഞ്ഞു. ആ സാങ്കേതികമായി പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രായപരിധി പിന്നിട്ടവരെ ഒഴിവാക്കുകയും പുതിയ ആളുകളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. ഔദ്യോഗികമായി അല്പസമയത്തിനകം സംസ്ഥാന സെക്രട്ടറി തന്നെ അക്കാര്യം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കും. അതിനുശേഷം അത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വാർത്താ സമ്മേളനവും വെച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ വരും. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗമായിരുന്നു സമ്മേളനത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിൽ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ആ നയരേഖയിലുള്ള വിശദമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പ്രതിനിധികൾക്ക് മുൻപാകെ അവതരിപ്പിച്ചത്. അതിൽ നേരത്തെ നയവ്യതിയാനം സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. പാർട്ടി നയത്തിന് വിധേയമായാണ് ഈ പുതിയ നയരേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം വെച്ചുകൊണ്ടിരിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് മുഖ്യമന്ത്രി അതിൽ ഊന്നിയത്. ഒന്ന്, മൂലധന നിക്ഷേപവും, 2 വിഭവ സമാഹരണം. ഈ 2 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പുതിയ കേരളത്തിന്റെ നയം സംബന്ധിച്ച ആ രേഖയിൽ, അതിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഊന്നൽ അത് ആ 2 വിഷയങ്ങളിലായിരുന്നു. അതിൽ ഈ മൂലധന നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ചരടുകളില്ലാത്ത ആ മൂലധന നിക്ഷേപത്തെ പാർട്ടി തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടി കോൺഗ്രസ് രേഖ അടക്കം ചൂണ്ടിക്കാട്ടി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ മൂലധന നിക്ഷേപം അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ വ്യവസായങ്ങൾ അടക്കം അതിന് മൂലധന നിക്ഷേപം വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസികൾ കേരളത്തിന്റെ വികസനത്തിൽ വലിയ തോതിൽ അതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും താല്പര്യമുള്ളവരുമാണ്. അവരുടെ ആ താല്പര്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്തായിരിക്കും പുതിയ കേരളത്തിന്റെ ഈ സമീപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് മുഖ്യമന്ത്രി ആ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്, അതിന്റെ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് വിഭവ സമാഹരണമാണ്. വിഭവ സമാഹരണത്തിന് പുതുവഴികൾ വേണ്ടിവരും. അതിൽ അങ്ങനെ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് സമ്പന്നരെ കേന്ദ്രീകരിച്ചുള്ള വിഭവ സമാഹരണത്തിനായിരിക്കും ലക്ഷ്യം വെക്കുക. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരേ തരത്തിലുള്ള ഫീസ്, നികുതി അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരേപോലെ വിഭവ സമാഹരണം എന്നത് നീതിയല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ നിലയിലുള്ള വഴിയിലൂടെ ആയിരിക്കും ഇനി സഞ്ചരിക്കുക. അത് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയാണ്, വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയാണ് ആ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര കർക്കശത്തിൽ നിന്ന് ഏതെങ്കിലും പുറകോട്ട് പോയി എന്ന മറ്റുള്ള ആക്ഷേപങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിനിധികളോട് നൽകിയ മറുപടി പ്രസംഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ 27 പ്രതിനിധികൾ ഇന്നലെ വൈകിട്ട് 5:30 വരെ ഈ വിഷയത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. അതിൽ പൂർണ്ണമായും നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയോട് ഏതാണ്ട് പൂർണ്ണമായും അതിനെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു പ്രതിനിധികൾ എല്ലാവരും ചെയ്തത്. അതിൽ ചിലർ മാത്രമാണ് ചില ആശങ്കകൾ എന്ന മട്ടിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അതിനാണ് ഈ പാർട്ടി അതിന്റെ നയത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന മറ്റുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയതിനോട് മുഖ്യമന്ത്രി ആ നിലയിലാണ് പ്രതികരിക്കുകയും ചെയ്തത്. പൂർണ്ണമായും പാർട്ടി നയത്തിന് വിധേയമായിട്ടുള്ളതാണ് ഈ കേരളത്തിന്റെ നയരേഖ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ട പ്രസംഗമാണ് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്.
ഇനി വൈകിട്ട് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. പൊതുസമ്മേളനത്തിലും ഇക്കാര്യങ്ങളിൽ പുറത്തു നടക്കുന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ആ പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ അഭിസംബോധനയിലും അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആശ്രമ മൈതാനിയിൽ 5 മണിക്ക് ശേഷമാണ് പൊതുസമ്മേളനം നടക്കുന്നതിന് മുമ്പ് റാലികളുണ്ട്. റാലികൾ ആശ്രമ മൈതാനിയിൽ എത്തിച്ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് വിജയകുമാർ സമ്മേളന നഗരിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണവും പ്രധാനമാണ്. സെസ്സിൽ ആശങ്ക വേണ്ട എന്നും നവകേരള നയരേഖ പാർട്ടി നയത്തിൽ നിന്നുള്ള വ്യതിയാനമല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നു. നയരേഖയിലെ പൊതുചർച്ചയിന്മേലുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്.